പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ പാർക്കിംഗ് ഫീസ് ഈടാക്കുന്നത് സംബന്ധിച്ച് പ്രതിഷേധവുമായി വാഹന ഉടമകൾ. റെയിൽവേയുടെ പുതുക്കിയ താരിഫിലെ അശാസ്ത്രീയതയാണ് വാഹന ഉടമകളെ ബുദ്ധിമുട്ടിക്കുന്നത്. അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നടന്നുവരുന്നത്. പാർക്കിംഗ് സൗകര്യമില്ലാതെ ബുദ്ധിമുട്ടിയ റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന് വിശാലമായ പാർക്കിംഗ് ഏരിയ സ്ഥാപിക്കപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട്. പാർക്കിംഗ് ഫീസിലെ അശാസ്ത്രീയതയാണ് പുതിയ പ്രശ്നം. പുതിയ താരിഫ് നിരക്ക് നിലവിൽ വന്ന മറ്റു റെയിൽവേ സ്റ്റേഷനുകളിലും ഇതേ പ്രശ്നമുണ്ട്. നിശ്ചിത സമയം കഴിഞ്ഞ് 1 സെക്കൻഡ് അധികമായാൽ 30 രൂപ 60 രൂപയാകും, 60 രൂപ 100 ആകും, 20 രൂപയാകട്ടെ 30 രൂപയാകും. കാർ പാർക്കിങ്ങിനാണ് ഇത് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നത്. ഒരൊറ്റ വാഹനം കയറിയിറങ്ങുവാനുള്ള സ്ഥലം മാത്രമാണ് ഫീസ് വാങ്ങുവാനുള്ള കൗണ്ടറിന് മുന്നിലുള്ളത്. ഇവിടെ 1 മിനിറ്റ് താമസിച്ചാൽ ഫീസ് നേരെ ഇരട്ടിയോളമാകും. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ വാഹനങ്ങളുടെ പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട് ഈടാക്കുന്ന തുക തികച്ചും അശാസ്ത്രീയവും ജനങ്ങളെ കൊള്ളയടിക്കുന്നതുമായി മാറിയിട്ടുണ്ട്. നിലവിൽ അവർ വാങ്ങിക്കുന്നത് 12 മണിക്കൂറിന് 60 രൂപയും ആടുന്ന് 1 മിനിറ്റ് കഴിഞ്ഞാൽ തന്നെ 40 രൂപയും കൂട്ടി വാങ്ങിക്കുകയായിരുന്നു. അതായത് 60ൻ്റെ പരം 40 കൂട്ടി 100 രൂപ വാങ്ങിക്കുകയായിരുന്നു. 24 മണിക്കൂർ കഴിഞ്ഞാൽ അതിൻ്റെ 3 ഇരട്ടിയോളം വാങ്ങിക്കുന്നുണ്ട് എന്നുള്ളതാണ് അറിയുന്നത്. അത് തികച്ചും താരിഫിൽ വന്ന അശാസ്ത്രീയതയാണ്. ഇത് റെയിൽവേയുടെ അധികാരികൾ കണ്ട് പരിഹരിക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ ജനങ്ങൾ, മറ്റു തൊഴിലാളികളും എല്ലാവരും പ്രക്ഷോഭം അടക്കം നടത്തി അധികാരികളുടെ കണ്ണു തുറപ്പിക്കേണ്ടതുണ്ട്. അതിന് റെയിൽവേ അധികാരികൾ തയ്യാറാകണമെന്നാണ് അറിയിക്കാനുള്ളത്. പാർക്കിംഗ് ഫീസുമായി ബന്ധപ്പെട്ട് റെയിൽവേയുടെ താരിഫ് നിർണയത്തിന്റെ അശാസ്ത്രീയത മൂലം ഫീസ് പിരിക്കാൻ ചുമതലപ്പെട്ട ജീവനക്കാരും വാഹന ഉടമകളും എന്നും തർക്കത്തിലാകുന്ന കാഴ്ചയാണ് ഇവിടെയുള്ളത്. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വലിയ വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇവിടെ നടന്നു വരുന്നത്. അതിന്റെ ഭാഗമായി നല്ലൊരു പാർക്കിംഗ് ഏരിയയും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പാർക്കിങ്ങിൽ ഇവിടെ താരിഫിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തതക്കുറവ് ഇവിടുത്തെ ജീവനക്കാരും അതുപോലെ ഇവിടെ വാഹനം വയ്ക്കുന്നവരും തമ്മിലുള്ള ഒരു ബന്ധം നാൾക്ക് നാൾ വഷളാവുന്ന രീതിയിലേക്കാണ് പോകുന്നത്. വാഹനം വെച്ച് കൃത്യമായ മണിക്കൂറിന് ശേഷം 1 സെക്കൻഡ് ആയാൽ പോലും തൊട്ടടുത്ത താരിഫിലേക്കാണ് ഇതിൻ്റെ വില കയറിപ്പോകുന്നത്. അതായത് 1 മണിക്കൂറിന് ശേഷം ഇരട്ടി വിലയാണ് ഇവിടെ നൽകേണ്ടി വരുന്നത് പാർക്കിങ്ങിന് വാഹനം പാർക്ക് ചെയ്ത വാഹനത്തിൻ്റെ ഉടമ. ഇത് വലിയ രീതിയിലുള്ള അസ്വാരസ്യങ്ങൾക്ക് ഇവിടെ കാരണമാകുന്നുണ്ട്. പക്ഷേ ജീവനക്കാർ ഈ ഒരു കാര്യത്തിൽ തീർത്തും ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിലാണുള്ളത്. കമ്പ്യൂട്ടറൈസ്ഡ് ആണ് ഇവിടെ എല്ലാ കാര്യങ്ങളും എന്നതുകൊണ്ട് തന്നെ അഥവാ വാഹന ഉടമ പണം നൽകാൻ തയ്യാറായില്ലെങ്കിൽ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്നും ഈ പണം ഈടാക്കുന്ന രീതിയിലേക്കൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ ജീവനക്കാർക്ക് ഇതിലൊന്നും ചെയ്യാൻ കഴിയുന്നുമില്ല. ഇത്തരത്തിലുള്ള ഒരു പ്രതിസന്ധിയിലാണ് ഇവിടെ പാർക്കിംഗ് ഏരിയ ഇപ്പോൾ പോകുന്നത്. താരിഫിൽ വരുന്ന ഒരു പ്രശ്നമാണ് അത്. പുതുക്കിയ താരിഫിലാണ് ഈ പ്രശ്നമുള്ളത്. എത്രയും പെട്ടെന്ന് ഇതിനുള്ള ഒരു പരിഹാരം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ സുമേഷിനൊപ്പം KN വർഷ.